കർഷക തൊഴിലാളി യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളികൾക്ക് ദേശീയ നിയമം കൊണ്ടുവരിക, കർഷക തൊഴിലാളികളുടെ പെൻഷൻ 6000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി കുടിശ്ശിക വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് അട്ടിമറിക്കാനുള്ള കേന്ദ്ര നടപടി അവസാനിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക തൊഴിലാളി യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. യഥാസമയം ആനുകൂല്യങ്ങൾ, സാമ്പത്തിക അവകാശങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അവകാശങ്ങളും ലഭിക്കണമെങ്കിൽ അത് ജാതി സെൻസസ് നടത്തേണ്ടതുണ്ട്. അത്തരമൊരു ജാതി സെൻസസ് ഇവിടെ നടപ്പാക്കുന്നതിന്, രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് തൊഴിലാളികളുടെയും ജനങ്ങളുടെയും ന്യായമായ അവരുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് കഴിയുന്ന നടപടികൾ സ്വീകരിക്കാതെ തൊഴിൽ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറയ്ക്കുന്നു, കർഷക തൊഴിലാളികൾക്ക് നിയമം നടപ്പാക്കുന്നില്ല. ആ നിയമങ്ങൾ എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഒരുവിടെ കുത്തക കുടുംബങ്ങൾക്ക് മാത്രമായും ചുരുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിന് അവസാനമുണ്ടാകണം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലെങ്കിലും കർഷക തൊഴിലാളികൾക്കൊരു നിയമം ഉണ്ടാകണം എന്നതാണ് BKMU രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇരിട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറള ഫാം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും AITC ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ് ഉദ്ഘാടനം ചെയ്തു. CPI ഇരിട്ടി മണ്ഡലം കമ്മിറ്റി അംഗം KB ഉത്തമൻ അധ്യക്ഷനായി. കർഷക തൊഴിലാളി യൂണിയൻ BKMU ഇരിട്ടി മണ്ഡലം സെക്രട്ടറി PK കരുണാകരൻ സ്വാഗതം പറഞ്ഞു. അമൽ, രാധാക്കോട്ടി, ഉഷ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഭാരതീയ ഖേദ് മസ്ദൂർ യൂണിയൻ BKMU കർഷക തൊഴിലാളികളുടെ സംഘടനയായ ആ സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുക. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇന്ന് കർഷക തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരു കേന്ദ്ര നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BKMUവിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ സമരം നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കർഷക തൊഴിലാളികൾക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പെൻഷൻ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കർഷക തൊഴിലാളികൾക്ക് കേന്ദ്ര അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമില്ല. അതുകൊണ്ടാണ് BKMU എന്ന് പറയുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന കർഷക തൊഴിലാളികൾക്കായി ഒരു കേന്ദ്ര നിയമം വേണമെന്നും അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടി വേണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കർഷക തൊഴിലാളികൾ പറയുന്നത് അവർക്ക് ഒരു അത്താണിയായി മാറിയ ആ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം തിരുത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാൻ, നമുക്കറിയോ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മരിച്ചു വീഴുന്നത് രാജ്യത്തെ കർഷക തൊഴിലാളികളാണ്. കാരണം അവന് തണുപ്പ് മാറ്റാൻ ഒരു കമ്പിളി വാങ്ങാനോ അതല്ലെങ്കിൽ അവനൊരു ഉടുപ്പ് വാങ്ങാനോ പണമില്ലാതെ രാജ്യത്തെ കർഷക തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യം അവർ മരിച്ചു വീഴുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് BKMU പറയുന്നത്, ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാൻ കേന്ദ്ര അടിസ്ഥാനത്തിൽ ഒരു നിയമം ഉണ്ടാവുകയും അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ അവന്റെ ജീവിത സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം ഉണ്ടാവണമെന്നും BKMU ആവശ്യപ്പെടുന്നു. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, bedroom set, dining table set, wardrobe and coat, fancy light തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡൂർ റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.